ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരമായ ചുക്കപ്പമാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് വളരെ എളുപ്പമാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. സ്റ്റൗ ഓണാക്കിയിട്ട് ഒരു പാത്രം വെച്ച് കൊടുക്കുക. ഇതിലോട്ട് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. 2 കപ്പ് അരിപ്പൊടിക്ക് 2 കപ്പ് വെള്ളം, അതാണ് ഇതിൻ്റെ കണക്ക്. പത്തിരിക്ക് പൊടി വാട്ടിയെടുക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് ഇത് ചെയ്തെടുക്കേണ്ടത്. ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഏകദേശം 1/2 ടീസ്പൂണോളം ഇട്ട് കൊടുക്കാം. വെള്ളം നന്നായി തിളച്ച് കഴിഞ്ഞാൽ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി അരിപ്പൊടി ചേർക്കാം. ഞാനിവിടെ സാദാ പത്തിരിപ്പൊടി വെച്ചാണ് ചെയ്യുന്നത്. ഇനി നല്ലപോലെ ഇളക്കി കൊടുക്കാം. പൊടിയുടെ എല്ലാ ഭാഗത്തും നനവ് തട്ടുന്ന രീതിയിൽ ഇളക്കി കൊടുക്കണം. ശേഷം ഗ്യാസ് ഓഫാക്കിയിട്ട് ഇതൊന്ന് അടച്ചു വെക്കാം. അടുത്തതായിട്ട് സ്റ്റൗ കത്തിച്ചിട്ട് ഉള്ളി മൂപ്പിച്ചെടുക്കണം. അതിനായിട്ട് ചീനച്ചട്ടിയിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് 4 ചെറിയുള്ളി അരിഞ്ഞത് ചേർക്കാം. നല്ലൊരു മണത്തിന് വേണ്ടിയാണ്. ഉള്ളി ഒരു ബ്രൗൺ കളർ ആയി കഴിഞ്ഞാൽ അത് ഓഫ് ചെയ്യാം. ഇനി മൂടി തുറന്ന് നമ്മുടെ പത്തിരിപ്പൊടിയിലേക്ക് 1 ടേബിൾ സ്പൂൺ കരിഞ്ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. ശേഷം നല്ലപോലെ ഇളക്കി കൊടുക്കണം. ഇനി ഇതിലോട്ട് നമ്മൾ മൂപ്പിച്ച് വെച്ച ഉള്ളിയും നെയ്യും ഒക്കെ ചേർത്ത് കൊടുക്കാം. ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഇനി ഒരു ബൗൾ എടുത്ത് അതിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. ശേഷം നന്നായിട്ട് ബീറ്റ് ചെയ്യണം. അരിപ്പൊടിയിലേക്ക് ആദ്യം കോഴിമുട്ടയുടെ പകുതി ഒഴിച്ചു കൊടുക്കുക. ഇനി അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ നമ്മൾ എടുത്തു വെച്ച ബാക്കി പകുതി അതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇത് ചെറിയ ചൂടോട് കൂടി നന്നായിട്ട് കുഴച്ചെടുക്കണം. ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്നത് പോലെ മാവൊന്ന് ഉരുട്ടിയെടുക്കണം. ശേഷം കുറച്ച് നെയ്യ് തേച്ച് കൊടുത്തിട്ട് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. നല്ലപോലെ ഉരുണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ലാസ്റ്റ് ടൈമിൽ വളരെ കുറച്ച് മതി. ഇപ്പോൾ ഇത് മാവൊക്കെ നല്ല പോലെ കുഴച്ച് എടുത്തു വച്ചിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും വളരെ കുറച്ച് മാവ് എടുത്തിട്ട് ഒന്ന് നീളത്തിൽ ഉരുട്ടിയെടുക്കണം. ഇനി അതിൽ നിന്നും ചെറിയൊരു കഷ്ണം മാവ് എടുത്ത് കൈവെള്ളയിൽ വെച്ച് ഇതുപോലെ ഒന്ന് ഉരുട്ടി കൈയുടെ നടുക്ക് ഭാഗം വെച്ച് ഒന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ ബട്ടൺ ഷേപ്പിൽ കിട്ടും. ഇതുപോലെ എല്ലാം നമ്മൾ റെഡിയാക്കി എടുക്കണം. ഇങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു സൂത്രപ്പണി ഉണ്ട്. ഇതാ മാവ് ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് എടുത്ത് വെക്കുക. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരെ കയ്യിൽ ഇത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് റെഡിയാക്കി തരുന്നതാണ്. അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ നല്ല ഇൻട്രസ്റ്റ് ആണല്ലോ. എല്ലാവരും കൂടി ചേർന്നിരുന്നിട്ട് ഉരുട്ടുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് തീരാവുന്നതേ ഉള്ളൂ. ഇനി ഇതിൽ നിന്ന് ഒരെണ്ണം എടുക്കുക, ഉരുട്ടുക, പ്രസ് ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോൾ പെട്ടെന്ന് തീരും. ഇതുപോലെ എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ ഇതാ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്യാം. അതിനായിട്ടൊരു പാൻ വെച്ചിട്ടുണ്ട്. ചൂടായ എണ്ണയിലേക്ക് ഇനി കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കണം. 2-3 മിനിറ്റിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം.
ഇട്ട ഉടനെ തന്നെ ഇളക്കി കൊടുക്കരുത്, അപ്പോൾ ഇത് പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ലോ ഫ്ലെയിമിലും വെക്കാൻ പാടില്ല, ഹൈ ഫ്ലെയിമിലും വെക്കാൻ പാടില്ല. ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. എല്ലാ ഭാഗവും വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇതാ ഇപ്പോൾ ചെറുതായിട്ട് കളറൊന്ന് മാറി വരുന്നുണ്ട്. ഇപ്പം നമ്മുടെ ചുക്കപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി അത് കോരി മാറ്റാം. ഇങ്ങനെ കോരി എടുക്കുന്ന ടൈമിൽ ഗ്യാസ് നമ്മൾ ലോ ഫ്ലെയിമിൽ വെക്കണം. ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല ഒന്നാം തരം സ്നാക്കാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക.